മുംബൈയിലെ താനേക്ക് അടുത്തുള്ള ദാത്തിവലി സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതൊരു ചെറിയൊരു ഹോൾട്ട് സ്റ്റേഷൻ പോലത്തെ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല ഇന്ന് ട്രെയിൻ സ്പോട്ടിംഗ് ചെയ്യാൻ പോകുന്നത്. ഞാനും നമ്മുടെ ശ്രീരാജ് ബ്രോ ഉണ്ട്. ശ്രീരാജ് ബ്രോ നിങ്ങൾ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പുള്ളി ഇവിടുത്തുകാരനാണ്, മലയാളിയാണ്, പക്ഷേ പുള്ളി ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രെയിൻ സ്പോട്ടിങ് മിക്കവാറും ഗുഡ്സ് ട്രെയിൻസ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. കാരണം ഇത് ഗുഡ്സ് പോകുന്ന മെയിനായിട്ടുള്ള റൂട്ടാണ്. ഈ റൂട്ടെന്ന് പറയുന്നത് നേരെ അങ്ങോട്ട് പോകുന്നത് ദിവാ ജംഗ്ഷൻ എന്ന് പറയും. ഈ ദിവാ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഗുജറാത്ത് ഭാഗത്ത് പോകുന്ന വണ്ടികളൊക്കെ പൻവേലിൽ നിന്ന് വന്ന് തിരിഞ്ഞ് ദിവയിലാണ് തിരിഞ്ഞ് വസായി ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേഷന് മുമ്പായിട്ടുള്ള ഈ ദാത്തിവലി സ്റ്റേഷനാണ് നമ്മളിപ്പോൾ ഉള്ളത്. മനസ്സിലായോ? ഇതാണ് ദാത്തിവലി സ്റ്റേഷൻ. അപ്പോൾ ഒരു മെമു വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ സ്റ്റോപ്പുള്ളൊരു മെമു ട്രെയിനാണ്. അപ്പോൾ ഈ മെമു എന്ന് പറഞ്ഞാൽ ദിവേന്ന് പെൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ പെൻ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ കൊങ്കൺ റൂട്ട് പോകുന്ന വഴിക്കാണ് പൻവേലിൽ. അപ്പോൾ പെന്ന് വരെ പോകുന്നൊരു മെമു ട്രെയിനാണ് ഈ കാണുന്നത്. അപ്പോൾ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കേരള സമ്പർക്ക്രാന്തിയാണ്. കേരള സമ്പർക്ക്രാന്തി കൊച്ചുവേളി ചണ്ഡീഗഡ് പോകുന്ന സമ്പർക്ക്രാന്തിയാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. അവിടെ ഓറഞ്ച് വീണിട്ടുണ്ട്, അതുകൊണ്ട് ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട് അത്. ഉരുട്ടലാണുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം ഉരുട്ടലാന്ന് തോന്നുന്നു. ഇത് ലാലാഗുഡ WAP7 നമ്മുടെ സമ്പർക്ക്രാന്തിയാണ്. ഇന്നലെ രാവിലെ 4:50 കൊച്ചുവേളിയിൽ നിന്ന് എടുത്തിട്ട് ഇന്ന് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ 9:50 ചണ്ഡീഗഡ് എത്തുന്നത് കേട്ടോ. സമ്പർക്ക്രാന്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന സമ്പർക്ക്രാന്തി എക്സ്പ്രസ് ആണ്. സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ടതാണ് ഈ വണ്ടി. നോർത്തേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ വണ്ടി. ആഴ്ചയിൽ 2 ദിവസം, അതായത് തിങ്കളും ശനിയുമാണ് ഇത് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്നത് കേട്ടോ. ഈ വണ്ടി ഇപ്പോൾ വന്ന് വിവേകിൻ്റെ ഒരു ലൈറ്റ് വെർഷനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് കച്ചറ വണ്ടി മാറുന്നുണ്ട്. രത്ലം ഷെഡിൻ്റെ ഒരു WAG7 ലോക്കമാണ്. അതായത് BHEലുണ്ട്, ബെല്ലുണ്ടാക്കിയ ലോക്കമാണ് WAG7 ലോക്കോ. അപ്പോൾ അതുമായിട്ട് ഒരു BLC ഫ്രൈറ്റ്, ഈ ഒരു വാഗണ് BLC എന്നാണ് പറയുന്നത് കേട്ടോ. BLC ഫ്രൈറ്റാണ് ഈ പോകുന്നത്. ഇപ്പോൾ ഈ വാഗണിൻ്റെ മുകളിൽ ഇതേപോലെ ഓരോ കണ്ടെയ്നറൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ കമ്പനിയുടെ കോൺകോർ ഇല്ലെന്ന് തോന്നുന്നു, ബാക്കിയെല്ലാം ഉണ്ട്. HMM, പിന്നെ KLine, APL, അങ്ങനെ കുറേ ഹാപ്പാക്ക് ലോഡ് എന്നൊക്കെ പറഞ്ഞ കുറേ കമ്പനിയുടെ ഒക്കെ കണ്ടെയ്നർ വെച്ചിട്ടുള്ളൊരു ഫ്ലൈറ്റാണ് കേട്ടോ, BLC ഫ്ലൈറ്റ്. നല്ല പൊരിഞ്ഞ മഴ കണ്ട് വീണ്ടും തുടങ്ങി. ആ ഗുഡ്സ് പോയാൽ പിന്നെ അപ്പുറ സൈഡിൽ കൂടെ വേറെ ഗുഡ്സും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഗുഡ്സ് ട്രെയിൻ മാത്രമേ കാണത്തുള്ളൂ ഈ ഒരു വീഡിയോ വരും കേട്ടോ. ലുധിയാന ഷെഡിന് ഒരു WAG9 ആയിട്ട് പിന്നെയും ഒരു കണ്ടെയ്നർ ഫ്ലൈറ്റ് വരുന്ന കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ശരിക്കും പറഞ്ഞാൽ പാസഞ്ചർ വണ്ടികളെക്കാട്ടും കൂടുതലുള്ളത് ചരക്ക് വണ്ടികളാണ് ഇതേപോലെ. അപ്പോൾ എന്തോരം ചരക്കാന്ന് നോക്കിയാൽ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. ഈ ചരക്ക് ഗതാഗതമൊന്നും നടന്നില്ലെങ്കിൽ മൊത്തം ഒരുമാതിരി സ്തംഭിച്ച അവസ്ഥയായി പോകും. കാരണം ഗുഡ്സ് ട്രാൻസ്പോർട്ട് നടക്കണമല്ലോ, എന്നാലല്ലേ ഒരു നേഷൻ വളരത്തുള്ളൂ. അപ്പോൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് അത് അനിവാര്യമാണ്. ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതും ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ടിൽ കൂടെയാണ്. ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഒരു വലിയൊരു ഫാക്ടറാണ് ഈ ഇന്ത്യൻ റെയിൽവേയിലും പിന്നെ നമ്മുടെ നേഷൻ്റെ ഗ്രോത്തിനും. അപ്പോൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് നടക്കണം. നല്ല കളർഫുൾ വാഗണുകളാണ്, എല്ലാ കളറും ഉണ്ട്. ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഇത് ഓറഞ്ച് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പച്ചയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ.
പേരിനോട് തന്നെ കിടപിടിക്കുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്, ദുരന്തോ എക്സ്പ്രസ്. ഈ വണ്ടി വൻ ദുരന്തമാണ്. 12 മണിക്കൂർ റീഷെഡ്യൂൾഡായിട്ടാണ് 12 മണിക്കൂർ റീഷെഡ്യൂൾഡായിരുന്നു എറണാകുളത്ത് നിന്ന് പുറപ്പെടാൻ നേരത്തെ. പക്ഷേ 13 മണിക്കൂർ ഡിലേ ആയിട്ടാണ് പുറപ്പെട്ടത്. 13 മണിക്കൂർ ഡിലേ ആയിട്ട് പുറപ്പെട്ട സാധനം ഇവിടെ എത്തുമ്പോൾ 15 മണിക്കൂർ ലേറ്റാണ്. അത്രയും മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്ന ഇന്ത്യയിലെ പ്രീമിയം ട്രെയിനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പ്രീമിയം വണ്ടി ഓർത്തോണം, പ്രീമിയം വണ്ടി, പ്രീമിയം ട്രെയിൻ, അതാണ് ഇപ്പോൾ കാണുന്നത്. പ്രീമിയം ട്രെയിനിൻ്റെ ഒക്കെ അവസ്ഥ ഇപ്പോൾ നോക്കണേ, എന്താ അല്ലേ. ആ കൊങ്കണിലെ ആ ലാൻഡ് സ്ലൈഡ് കാരണം ഇതിങ്ങനെ റീഷെഡ്യൂൾ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഇത് അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവും, റീഷെഡ്യൂൾ ആവും, അങ്ങനെ തന്നെയാണ് അവസ്ഥ. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് ഈ വണ്ടിയുടെ അവസ്ഥ. ലോക്മാന്യ തിലക് ദുരന്തോ. സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ദുരന്തോ എക്സ്പ്രസ് ആണിത്. ഇത് വെനസ്ഡേയും സൺഡേയും മാത്രമാണ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നത്. രാത്രി 9 വിട്ടിട്ട് അടുത്ത ദിവസം രാത്രി 9:45 മുംബൈ ലോക്മാന്യ തിലകിലെത്തും. പ്രീമിയം വണ്ടിയാണ്. പ്രീമിയം വണ്ടിയുടെ അവസ്ഥയൊക്കെ കണ്ടോ, ഭയങ്കര ലേറ്റാണിപ്പോൾ. കാൺപൂറിൻ്റെ ജീണനായിട്ട് പിന്നെ വേണ്ട ഒരു കണ്ടെയ്നർ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം അത് തന്നെയാണ് കേട്ടോ, കണ്ടെയ്നർ ഫുൾ അത് തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പൻവേൽ ഭാഗത്തേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഇത്രയും വണ്ടികളെ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് വസായിന്ന് പൻവേൽ പോകുന്നൊരു മെമു ആണ് കേട്ടോ. വസായിന്ന് നമ്മളാ കേരളത്തിലൂടെ വരുന്ന വണ്ടികളൊക്കെ വരുന്ന ആ വഴി കൂടെ വരുന്ന വണ്ടിയാണ്. പൻവേൽ വരെയുള്ള മെമു ആണ്. അപ്പോൾ അതിന് കയറി ഇനി പൻവേൽ പോകാം. ഇവിടുത്തെ മെമുവിനൊന്നും ഈ സമയത്ത് വലിയ ആളൊന്നുമില്ല. പക്ഷെ വൈകിട്ടത്തെ മെമു ഒക്കെ ആണെങ്കിൽ നിറച്ച ആളായിരിക്കും. പക്ഷേ ഈ ടൈം ആയതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ആളൊന്നും ഇല്ലാത്ത കേട്ടോ. ട്രെയിൻ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുന്നതൊന്നും ഒരു കളക്ഷൻ ഒന്നും കിട്ടുന്നില്ല മര്യാദയ്ക്ക്. നമ്മൾ വിചാരിച്ച അത്രയും വണ്ടിയൊന്നും നമുക്ക് വരുന്നില്ല, എന്താ അറിയത്തില്ല. നേരത്തെ പോയ ഫ്ലൈറ്റ് ഉണ്ടല്ലേ, അതെനിക്ക് തോന്നുന്നു ആ G7 മിക്കവാറും ഡെഡ് ആയതാണോ എന്ന് അറിയത്തില്ല. ഒരു പള്ളിയുടെ ഒരു WDG4 ആയിരുന്നു എൻ്റെ ലോക്കോ. നമ്മളവിടെ ഉണ്ടായിരുന്നപ്പോൾ പാസ് ചെയ്തൊരു ഗുഡ് ട്രെയിനാണ് ഇവിടെ പിടിച്ചിട്ടിട്ട് നമ്മൾ കണ്ട് കയറി പോകാണ്ടോ. എൻ്റെ ലോക്കോ ഒരു ചീണയനാണ്, എല്ലാത്തിൻ്റെയും ചീണയൻ തന്നെയാണല്ലോ. നമ്മൾ ഇവിടുന്ന് പൻവേൽ ഭാഗത്തേക്ക് പോകുമ്പോൾ അടുത്ത സൈഡിലായിട്ട് ട്രാക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ DFC ആണ്, അതായത് ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറാണ്. ഫ്ലൈറ്റുകൾ മാത്രം പോകുന്ന ഒരു ലൈൻ ഇവിടെ അവർ പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ പൻവേൽ സ്റ്റേഷൻ്റെ അകത്തൂടെയാണ് ആ ഒരു DFC പോകുന്നത്. അത് പണിത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റൊക്കെ പിന്നെ കൂടുതലും ആ ലൈനിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഡബിൾ സ്റ്റാക്ക് ഫ്ലൈറ്റ് പോകാൻ പറ്റുന്ന രീതിയിൽ പോസ്റ്റൊക്കെ ഉയർത്തി നല്ല ഹൈറ്റിലാണ് അത് പണിയുന്നത് കേട്ടോ. गाड़ी क्रमांक 0928 पनवेल वसाई रोड पैसेंजर प्लॅटफॉर्म क्रमांक 6 वर आहे. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ലോക്മാന്യത്തിലേക്ക് പോകുന്ന വണ്ടികളൊന്നും ഇപ്പോൾ ഇവിടെ LTT പോകത്തില്ല ഒരു മാസം കാലത്തേക്ക്. കാരണം എന്ന് വെച്ചാൽ അവിടെ ലോക്മാന്യത്തിലേക്ക് 2 പ്ലാറ്റ്ഫോം എക്സ്ട്രാ പണിയുന്നതുകൊണ്ട് അവരിപ്പം അങ്ങോട്ട് വണ്ടി വിടുന്നില്ല. അപ്പം നേത്രാവതിയും പിന്നെ ഈ മത്സ്യഗന്ധയൊക്കെ ഇപ്പം പൻവേൽ ഷോർട്ട് ടെർമിനേഷനാണ്. ഇപ്പോൾ ഒരു ഏകദേശം 10-15 ദിവസമായി. അപ്പോൾ കുറച്ച് നാളത്തേക്കോടെ മിക്കവാറും അങ്ങനെ കാണാം അവിടെ പ്ലാറ്റ്ഫോം റെഡി ആവുന്നവരെ. നേത്രാവതി മത്സ്യഗന്ധമൊക്കെ അതിൻ്റെ ആക്ച്വൽ ഡിപ്പാർച്ചർ ടൈമിൽ തന്നെയാണ് ഇവിടെ നിന്ന് വിടുന്നത് ഈ പൻവേൽ സ്റ്റേഷനിൽ. അപ്പം പൻവേൽ ഇവർ നേത്രാവതി കൊണ്ടിട്ടിട്ട് നേത്രാവതിയുടെ റേക്ക് അവിടെ കളമ്പോളി യാർഡുണ്ട്, അവിടെ കൊണ്ടാണ് ഇടുന്നത്. ഈ പൻവേൽ സ്റ്റേഷൻ ഇപ്പുറത്തായിട്ട് ഇവിടെ കുറേ പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നുണ്ട് എക്സ്ട്രാ. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നാം നേത്രാവതിയൊക്കെ ഇവർ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഇങ്ങോട്ടേക്ക് ഷോർട്ട് ടെർമിനേഷൻ ചെയ്തായിരിക്കും. അത് മിക്കവാറും ഇവിടെ പ്ലാറ്റ്ഫോം ഒക്കെ സെറ്റ് ആയാൽ പൻവേലിലായിരിക്കും പിന്നെ നേത്രാവതിയൊക്കെ തുടങ്ങുന്നത്. ഞങ്ങൾ പൻവേൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഇവിടെ ഒരു ഇതുണ്ട്, ROB ഉണ്ട്. ROBയുടെ താഴെ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടെ നല്ല സ്പോട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ താഴെ കുറേ സ്ലം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മറ്റേ രത്നഗിരി ദിവ ഒരു പാസഞ്ചർ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം മിക്കവാറും കിട്ടും. ഒരു ഗുഡ്സ് ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി കുറച്ച് സ്പോട്ടിങ് ചെയ്യാം.
LHP പാസഞ്ചർ ഉണ്ടോ, LHP രത്നഗിരിന്ന് ദിവയ്ക്ക് പോകുന്ന ഒരു പാസഞ്ചർ ആണ് കേട്ടോ. WCAM-3 ലോക്കോമോട്ടീവ് ആണ് അതിൻ്റെ സാരഥി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പൻവേൽ വന്ന മെമു ആണ് ഇത്. തിരിച്ചിനി പൻവേലിൽ നിന്ന് വസായിക്ക് പോവാ കണ്ടോ. ഇത് ഗോരഖ്പൂർന്ന് പൻവേൽ വരെ വരുന്ന ഒരു എക്സ്പ്രസ് ആട്ടോ. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് വണ്ടിയാണ് ഈ ഗോരഖ്പൂർ പൻവേൽ. ഇതിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു പോകും കേട്ടോ, പൻവേൽ ഗോരഖ്പൂർ ആയിട്ട്. വെനസ്ഡേയും സാറ്റർഡേയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഗോരഖ്പൂരിന് സർവീസ് നടത്തുന്ന ഒരു എക്സ്പ്രസ് ആണ് ഇത്, ഗോരഖ്പൂർ പൻവേൽ. ഇത് ഗോരഖ്പൂരിൽ രാവിലെ 5:30 പുറപ്പെട്ടിട്ട് ഇവിടെ ഒരു 2:50 3 മണി റേഞ്ചിൽ പൻവേലെത്തും. ഈ G12 ആണ് വരുന്ന ശബ്ദം പോലും കേട്ടില്ല, പെട്ടെന്നാണ് വന്നത്. കാരണം ഇതിൽ ശബ്ദമില്ലല്ലോ, ശബ്ദം വളരെ കുറവല്ലേ. പിന്നെ ഒരു കണ്ടെയ്നർ ഫ്ലൈറ്റ് പോവാണ് കേട്ടോ. നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ഗുഡ്സ് ട്രെയിൻ ആണ്, കാരണം ഗുഡ്സ് റൂട്ടാണ് ഇത് മെയിനായിട്ട്. ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് പൻവേൽ നാന്തിയത് പോകുന്നൊരു ഡെയിലി വണ്ടിയാണ്. എല്ലാ ദിവസവും ഉണ്ട്. ഇത് പൻവേലിന് വൈകിട്ട് 4 മണിക്ക് എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ 8:45 ഹസൂർ സാഹിബ് നാന്ദേഡ് എത്തുന്ന വണ്ടിയാണ്. നാന്ദേഡ് ഞാൻ പറഞ്ഞല്ലോ അന്ന് ഒരു ഗുരുദ്വാര ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു പിൽഗ്രിമേജ് സൈറ്റും കൂടാണ് ഈ ഹസൂർ സാഹിബ് നാന്ദേഡ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ പൻവേൽ എന്നുള്ളൊരു ഡയറക്റ്റ് വണ്ടിയാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ് ഈ ഒരു വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, അതായത് ഇപ്പോൾ ഈ വണ്ടിയുടെ പുറകിൽ ലാസ്റ്റ് വെഹിക്കിൾ തന്നെ പോകുന്നുണ്ട് LV. ആ LV ബോർഡ് ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഒരു ലൈറ്റാണ്, ഒരു റെഡ് ലൈറ്റ് പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ LV ബോർഡൊക്കെ മാറ്റി ഇപ്പോൾ ഒരു LED ലൈറ്റ് പോലത്തെ എൻ്റെ ഒരു മാർക്കർ പോലത്തെ സംഭവമാണ് വെച്ചിരിക്കുന്നത്, ഡിവൈസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ സ്പോട്ട് മാറ്റിയിട്ട് ആ ആറോബയുടെ മുകളിൽ വന്നിരിക്കുന്നത്. ഇവിടെ പിന്നെയും കൊള്ളാം കേട്ടോ, ഇവിടെ നല്ല വ്യൂ ആണ്. അവിടെ നിന്ന് വരുന്ന വണ്ടികൾ അടിപൊളിയായിട്ട് കിട്ടും. പക്ഷേ മുംബൈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടികളുടെ ബാക്ക് സൈഡ് മാത്രമേ കിടത്തുള്ളൂ, പക്ഷേ സീനില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു ഗുഡ്സ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. മുഗൾ സരായ് ഷെഡിൻ്റെ ഒരു WAG-7 ആയിരുന്നു എൻ്റെ ലോക്കോ കേട്ടോ. ഇപ്പോഴും ഒരു കണ്ടെയ്നർ ഫ്ലൈറ്റാണ് പോകുന്നത്. അങ്ങനെ ദൂരേന്ന് വരുന്ന ആ ഒരു വ്യൂ അടിപൊളിയാണല്ലേ. പല പല സ്പോട്ടുകളുണ്ട് കേട്ടോ ഈ ഒരു മുംബൈ ഏരിയയിൽ. നമ്മുടെ ശ്രീരാജപുരമാണ് ഈ സ്പോട്ടൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ ഇപ്പോൾ നമ്മൾ സ്പോട്ടിങ് ചെയ്യുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഗുഡ്സ് ട്രെയിൻ അല്ലേ, കൊള്ളാം.
ആ ഹപ്പാക്ലോയിഡിൻ്റെ ആ ഒരു കണ്ടെയ്നർ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. അടുത്തായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ മംഗള എക്സ്പ്രസ് ആണ്. ഈ മംഗള എക്സ്പ്രസ് ഇപ്പം 9 മണിക്കൂർ 30 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. രാവിലെ പനവേൽ എത്തേണ്ട ഐറ്റം എന്തായിട്ട് ഇപ്പോഴാണ് വന്ന് കയറുന്നത്. ഇപ്പോൾ വരുന്നുണ്ട്, കാണിച്ചു തരാം. രാവിലെ വരേണ്ട വണ്ടിയാണ്. ഇതിപ്പോൾ 9.5 മണിക്കൂർ ലേറ്റ് ആണ്. ഇത് ഇറ്റാർസിക്കും ഭൂസാവലിനിടയ്ക്ക് എന്തോ റൂട്ട് ഡൈവേർഷൻ ഉണ്ടായിട്ട് ലേറ്റ് ആയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഈ പനവേൽ സ്റ്റേഷൻ കയറാൻ പോകുന്നതുകൊണ്ടാണ് ഈ ഉരുട്ടി പോകുന്നത്. ഇത് ഓൺ ടൈമിന് നിസാമുദ്ദീന് വിട്ട വണ്ടിയാണ്. എന്നിട്ട് വരുന്ന വഴിക്ക് ഡൈവേർഷൻ കാരണം ഡിലേ ആയതാണ് 9.5 മണിക്കൂർ. പോരെ എന്തൊക്കെയായി കാണിക്കുന്ന ഒരു വണ്ടീനെ ഇട്ട് ഇത്ര വലിപ്പിക്കേണ്ട എന്തേലും ആവശ്യമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ മത്സ്യഗന്ധ ഇപ്പം കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്ന് പൻവേലിലാണ് തുടങ്ങുന്നത്. അപ്പോൾ മത്സ്യഗന്ധയുടെ റേക്ക് MT റേക്ക് കണ്ട് വരുന്നുണ്ട് അങ്ങന്ന്. അപ്പോൾ അത് അവിടെ യാർഡിൽ കിടന്ന് ഇപ്പം പൻവേൽ പോയിട്ട് അവിടെ നിന്ന് ആ വണ്ടി ഒറിജിനേറ്റ് ചെയ്യും. ആ വണ്ടി യാത്ര തുടങ്ങും. ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ വൈകിട്ട് 4:25 പുറപ്പെടേണ്ട വണ്ടിയാട്ടെ. ഇപ്പോൾ 4 മണി ആയപ്പോഴാണ് ഇവിടെ നിന്ന് റേക്ക് എടുത്ത് പനവേൽ കൊണ്ടുപോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട സെയിം വണ്ടിയാണ്, പൻവേൽ ഗോരഖ്പൂർ എക്സ്പ്രസ്. അതാണ് ഇപ്പോൾ പോകുന്നത്. അത് അവിടെ നിന്ന് വന്നിട്ട് 1 മണിക്കൂർ ലേവറേ ഉള്ളൂ കേട്ടോ. ഇവിടെ മുംബൈയിൽ എനിക്കറിയില്ല നല്ല മഴയാണ്. പൂനെയിൽ വെച്ച് അത്രയും മഴയില്ല കേട്ടോ. ഇവിടുത്തെ മഴ വെച്ച് നോക്കുമ്പോൾ പൂനെയിൽ അത്ര മഴയില്ല. കാരണം പൂനെ ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമായതുകൊണ്ട് ഈ ക്ലൗഡ്സൊക്കെ ആ ഗാഡ്സിന് അവിടെ വന്ന് തട്ടി അവിടെ തന്നെ മഴ പെയ്ത് തീരും. അപ്പോൾ പൂനെയിൽ അധികം മഴയില്ല, പക്ഷേ ചാറ്റൽ മഴയുള്ളൂ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ട്രെയിൻ സ്പോട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പനവേൽ വന്നിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ പൂനെ പോകുന്നത് പ്രഗതി എക്സ്പ്രസ്സിന് തന്നെയാണ്. അപ്പോൾ പനവേൽ വന്നപ്പോൾ ഒരു രസകരമായ കാഴ്ച കാണിച്ചു തരാം. ഇതേപോലെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ താഴെയായിട്ട് പ്ലാറ്റ്ഫോമിൽ പോകുന്ന വഴി, ഇത് പനവേൽ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് എൻട്രൻസ്. ഇവിടെ മൊത്തം അലങ്കോലായിട്ട് കിടക്കുകയാണ്. താഴെ കണ്ട കുറേ ചേച്ചിമാർ ഇതേപോലെ ഇലവർഗ്ഗങ്ങൾ വിൽക്കുകയാണ്. ചേമ്പില വെച്ചേക്കുന്നുണ്ട്. ചേമ്പിലുണ്ട്, പിന്നെ മുരിങ്ങയിലുണ്ട്, പിന്നെ എന്തൊക്കെയാ മറ്റേ ഇതുണ്ട്, പാലക്ക്, എന്തൊക്കെയോ ടൈപ്പ് മെത്തി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് എന്തൊക്കെയാന്നൊക്കെ ചേമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ചേമ്പില, പിന്നെ ഓരോ ടൈപ്പ് ചീരകൾ, പീച്ചിങ്ങ എല്ലാം ഇതേപോലെ ട്രെയിനിൽ ഇറങ്ങി വന്ന ആൾക്കാരൊക്കെ മേടിച്ചിട്ട് പോകും. പക്ഷേ ശ്രീരാജ് ബ്രോ പറയുമായിരുന്നു ഇതേപോലെ ട്രാക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ എങ്ങനെ വിശ്വസിച്ച് കഴിക്കുമല്ലേ. പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ചീരയൊക്കെ കേട്ടോ. നല്ല ഇലയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതേപോലെ റെയിൽവേ ട്രാക്കിനടുത്തൊക്കെ നിൽക്കുന്നതാണെങ്കിൽ നമ്മളെ ആൾക്കാരൊന്നും വാങ്ങിക്കത്തൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ വാങ്ങിക്കുമായിരിക്കും അല്ലേ. ഇതുണ്ട്, ക്രാബും ഉണ്ട്. ക്രാബ് കൊള്ളാം, എല്ലാ ടൈപ്പും ഉണ്ട്. നമ്മുടെ പ്രഗതി അനൗൺസ് ചെയ്ത് അതിന് മുമ്പ് കണ്ട് പിന്നെയും G12. ഇവിടെ G12 ചാകരയാണ് കേട്ടോ. എവിടെ നോക്കിയാലും G12. എന്താ അല്ലേ, ഈ ഒടുക്കത്തിൽ ലുക്കാണ് ഈ ഒരു സാധനത്തിന് കേട്ടോ. അത് നമ്മുടെ പ്രഗതി എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ചെയർക്കാറിലാണ്. സെക്കൻഡ് സീറ്റിംഗ് D3യിലാണ് കേട്ടോ എൻ്റെ സീറ്റ് വരുന്നത്. എൻ്റെ സീറ്റ് ഇവിടെയാണ് കേട്ടോ. 24 സൈഡ് സീറ്റാണ്. ഇടത്തെ സൈഡിലാണ്. കാഴ്ചകളൊക്കെ കാണാം, പക്ഷേ ഇരുട്ടുമ്പോഴേക്കും ഒന്നും കാണത്തില്ലല്ലോ.
നമ്മൾ അവിടെ നിന്ന് വിട്ട് വെറും 24 മിനിറ്റും കൊണ്ടാണ് ഇവിടെ കർജത്തെത്തിയത്. നോക്കി, മറ്റേ കല്യാൺ വഴി വരണമെങ്കിൽ നല്ല സമയം എടുക്കും. ഇതാ നമ്മൾ ഇവിടെ നിന്ന് ആ സിംഗിൾ ലൈനിൽ കൂടി പൻവേലിന് കർജത്ത് നിന്ന് വെറും 24 മിനിറ്റ് എടുത്തുള്ളൂ. നമ്മളിപ്പോൾ കർജത്ത് കയറിക്കൊണ്ടിരിക്കുക. ഇനി കർജത്ത് നിന്ന് ബാങ്ക് സെറ്റാച്ച് ചെയ്ത് നമ്മൾ പിന്നെയും ബോർഗാഡ്സ് കയറും. ഈ കിടക്കുന്ന D7 ബാങ്കേഴ്സ് ആണ് നമ്മളെ ഈ ബോർഗാഡ്സ് കയറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവരത് റെഡിയാക്കി നിർത്തിയേക്കുവാണ്. നമ്മൾ ഈ ലൈനിൽ കയറുമ്പോഴേക്കും പുറകെ വന്ന് പിടിപ്പിക്കും. കൂടിപ്പോയ ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കത്തില്ല. നമ്മളങ്ങനെ 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇവിടെ പൂനെ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. 1/2 മണിക്കൂറല്ല, 40 മിനിറ്റ്. 7:50 എത്തേണ്ട വണ്ടി ഇവിടെ എത്തുന്നത് 8:30 കേട്ടോ. മൊത്തം മഴയാണ് ഇവിടെ. പിന്നെയും ഇവിടെ ഹെവി റെയിൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഓൺ ടൈം എത്തുന്ന വണ്ടിയാണ്, പക്ഷെ നമ്മൾ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ. ഇന്ന് ഡിലേ ആയിട്ടാണ് ഇവിടെ എത്തിയത്. ഞാൻ ഇവിടെ പൂനെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ നിന്നിറങ്ങിയത് ഇവിടെ കണ്ടത് ഹൽദിറാംസിൻ്റെ ഒരു കോച്ച് വെച്ചിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ, ഹൽദിറാം എക്സ്പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട്. കൊള്ളാമല്ലേ, അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാതെ. അപ്പോൾ പരിപാടിയില്ലെങ്കിലും ഇനി നമ്മൾ നേരെ തിരിച്ച് നാട്ടിൽ പോവാണ്. പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലേറ്റായിട്ട് ഓടുന്ന വണ്ടികളിൽ ഒരെണ്ണമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റിനാണ് നമ്മൾ നേരെ തിരിച്ച് നാട്ടിൽ പോകാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു പൂനെ ട്രിപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ, മുംബൈ ഏരിയയിലെ മുംബൈ ഔട്ടറിലുള്ള ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റിന് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.